സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെതിരെ കടുപ്പിച്ച സിപിഐഎം കേസിൽ വിശദീകരണം തേടി തപാലിൽ നോട്ടീസ് അയച്ചു. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ വിശദീകരണം നൽകണം. വിശദീകരണം ലഭിച്ച ശേഷം നടപടിയെടുത്തേക്കും. ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ നീക്കിയിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രവീൺ, ഈ പത്മകുമാറിനെ സംരക്ഷിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കുന്നതിനിടയിലും കുറ്റപത്രം വരട്ടെ, എന്താണ് പത്മകുമാറിന്റെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റോൾ, അതിലൊരു വ്യക്തത വന്നതിന് ശേഷം നടപടി സ്വീകരിക്കാം എന്ന നിലപാടാണ് പാർട്ടിക്കുണ്ടായിരുന്നത്. പാർട്ടി അത് ആവർത്തിച്ച് വ്യക്തമാക്കിയതുമാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നു, ഇപ്പോൾ വിശദീകരണം തേടുന്നു. പതിയെങ്കിലും നടപടിയിലേക്ക് കടക്കുകയാണോ സിപിഐഎം? പ്രവീൺ പുരുഷോത്തമൻ. ഗുഡ് മോർണിംഗ് റീജിത്ത്, ശ്രുതി. തീർച്ചയായും ഒരു നടപടിയിലേക്കുള്ള സൂചന തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിശദീകരണം ചോദിച്ചുകൊണ്ട് പത്മകുമാറിന് സിപിഐഎം ജില്ലാ നേതൃത്വം ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അത് തപാൽ മുഖാന്തരമാണ് അയച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പത്മകുമാർ നൽകേണ്ടി വരും. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി എന്തായിരിക്കണമെന്ന് ജില്ലാ നേതൃത്വം തീരുമാനിക്കുക. നേരത്തെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നത് പത്മകുമാറിന്റെ കാര്യത്തിൽ സിപിഐഎം സംസ്ഥാന നേതൃത്വം ഒരു നിലപാട് എടുക്കട്ടെ എന്നുള്ളതായിരുന്നു. സിപിഐഎം ജില്ലാ നേതൃത്വം നേരിട്ടൊരു നടപടിയിലേക്ക് പോകാൻ തുനിഞ്ഞിരുന്നില്ല. എം വി ഗോവിന്ദനും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിരുന്നത് കുറ്റപത്രം വരട്ടെ, കുറ്റപത്രത്തിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ നടപടിയെക്കുറിച്ച് ആലോചിക്കാം എന്നായിരുന്നു എം വി ഗോവിന്ദൻ പത്തനംതിട്ടയിൽ വന്നപ്പോഴും വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പത്മകുമാറിനെ ഒഴിവാക്കിയിരുന്നു. അത് ഇതിന്റെ ഒരു സൂചന എന്ന് തന്നെ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തപാലിൽ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണം, അത് പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വിശദീകരണം നൽകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ജില്ലാ നേതൃത്വം ഇത്തരത്തിലെ പത്മകുമാറിന് വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നുള്ളതും ഉറപ്പാണ്. റീജിത്ത്. ശരി, പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷം കടുപ്പിക്കുന്നതിനിടയിലും കുറ്റപത്രം വരട്ടെ, പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വരട്ടെ എന്ന നിലപാടിലാണ് സിപിഐഎം നേതൃത്വം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടി തപാലിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നേതൃത്വം. ഇതിന് മറുപടി നൽകേണ്ടി വരും പത്മകുമാർ.